ഗൈസ്, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ശ്രീലങ്കൻ ഫുട്ബോൾ ടീം AFC ഏഷ്യൻ കപ്പ് ക്വാളിഫിക്കേഷൻ്റെ തേർഡ് റൗണ്ടിലേക്കുള്ളൊരു ക്വാളിഫിക്കേഷൻ നേടുന്നു. കംബോഡിയാണ് അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ശ്രീലങ്ക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആ ഒരു മാച്ച് കളിക്കുന്ന സമയത്ത് ഏതാണ്ട് 205 മറ്റോ ആയിരുന്നു റാങ്കിലുണ്ടായിരുന്നത്. കംബോഡിയ 180 മറ്റോ സ്ഥാനത്തൊക്കെ ഉണ്ടായിരുന്നത്. സോ അങ്ങനത്തെ ഒരു ടീമിനെതിരെയാണ് 2 ലെഗുകളിലൊക്കെ ആയിട്ട് നടന്ന മത്സരത്തിൽ ശ്രീലങ്ക വിജയിച്ചിട്ട് എനിക്ക് തോന്നുന്നു അവർ ആദ്യമായിട്ട് മറ്റോ ആണ് അടുത്ത റൗണ്ടിലേക്ക് ഈ ഒരു തേർഡ് റൗണ്ടിലേക്കൊക്കെ കളിക്കാനുള്ളൊരു അവസരം കിട്ടുന്നത്. സോ അതിനുണ്ടായിട്ടുള്ളൊരു കാരണങ്ങൾ, അവരെന്ത് മാറ്റമാണ് പെട്ടെന്ന് ഉണ്ടായതെന്നൊക്കെയുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ വന്നത്. കാരണം കംബോഡിയ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സൈഡാണ്, നല്ലൊരു ഫൈറ്റ് എപ്പോഴും കൊടുക്കുന്ന രാജ്യമാണ്, ആസിയാൻ മേഖലയിലുള്ളൊരു രാജ്യമാണ് എന്നൊക്കെയുള്ളത് നമുക്കറിയാം. സമീപകാലത്ത് ഇന്ത്യക്കെതിരേക്ക്, സമീപകാലത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരു 5-6 വർഷം മുന്നേ കോൺസ്റ്റൻറ്റൈൻ ആയിരുന്നു എന്ന് തോന്നുന്നു അന്ന് കോച്ച്. സോ ആ സമയത്ത് നമ്മളൊരു മാച്ചൊക്കെ കളിച്ചിട്ടുണ്ട്. അന്ന് അത്യാവശ്യം നന്നായിട്ട് കളിച്ചിരുന്നു കംബോഡിയ എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഓർമ്മയുണ്ട്. സോ ആ ഒരു ടീമിനെ ശ്രീലങ്ക പരാജയപ്പെടുത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ടീമിൽ ചില ഒറിജിൻ പ്ലേയേഴ്സിനെ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. നമ്മൾ നിരന്തരം ഇന്ത്യയുടെ ഒരു കേസൊക്കെ പറയുമ്പോൾ OCA എന്നൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് സ്ഥിരം സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യമാണ്. ഇപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി യാതൊരു വിധത്തിലുള്ളൊരു അനക്കവും ഇല്ല, അത് നടക്കോ ഇല്ലയോ എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും അറിയുന്നില്ല എന്നുള്ളതാണ്. സോ അതിനെ എതിർക്കുന്ന ആളുകളുണ്ട്. കാരണം അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ നമ്മുടെ പ്ലേയേഴ്സിനൊക്കെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കുറയുമല്ലോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. സോ നമുക്ക് അതൊക്കെ ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ പറയാം. ആദ്യം ഇവർ എന്ത് ചേഞ്ചാണ് ഇത്ര പെട്ടെന്നൊരു മാറ്റത്തിന് കാരണമായത് എന്നുള്ളത് നോക്കാം. ഈ ഒരു മത്സരത്തിൽ, കംബോഡിയക്കെതിരെ നടന്ന മത്സരത്തിൽ 11 പ്ലേയേഴ്സിൽ 8 പ്ലേയേഴ്സും ഒറിജിൻ പ്ലേയേഴ്സാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഒറിജിൻ പ്ലേയേഴ്സ് ആരൊക്കെയെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുമ്പോഴത്തേക്കും, ആദ്യം ജേസൺ തയപ്പാരൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ, 28 വയസ്സുകാരനുള്ള സെൻറ്റർ ബാക്കാണ്. ജർമ്മനിയിൽ ജനിച്ച് ഇദ്ദേഹം ജർമ്മനിയിലെ ഒരു 4th ടയർ ക്ലബ്ബിലാണ് കളിക്കുന്നത്. അതുപോലെ ക്ലോഡിയോ കമ്മക്നെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയർ ഉണ്ട്, അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. മറ്റൊരു സെൻറ്റർ ബാക്കാണ്, 3rd ടയർ ജർമ്മൻ ലീഗിലാണ് കളിക്കുന്നത്. ഫ്രൈബർഗിൻ്റെയൊക്കെ ഒരു അക്കാഡമിക് പ്രൊഡക്റ്റാണ്. അതുപോലെ ആദവൻ രാജ്മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള പ്ലെയർ, സ്വീഡനിൽ ജനിച്ച് ഇദ്ദേഹം സ്വീഡിഷ് 2nd ടയറിലാണ് കളിക്കുന്നത്. 31 വയസ്സുകാരനായിട്ടുള്ള അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ്. അതുപോലെ ഒലിവർ കെലാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റ് വിങ്ങർ ആയിട്ടുള്ള പ്ലെയർ ഉണ്ട്, ഐസ്ലൻഡിലെ 3rd ടയറിലാണ് കളിക്കുന്നത്. ഓസ്ട്രേലിയൻ ബോൺ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, സ്പെയിനിലെ ലോവർ ടയറിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ വെയ്ഡ് ഡെക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ട്രൈക്കർ, ഓസ്ട്രേലിയൻ 2nd ഡിവിഷനിലാണ് അദ്ദേഹം കളിക്കുന്നത്. മെൽബൺ സിറ്റിയുടെ അക്കാഡമിക് പ്രൊഡക്റ്റാണ്. മെൽബൺ സിറ്റിയിൽ 2015-16 സീസണിൽ കളിച്ചിട്ടുണ്ട്. പിന്നെ ലിയോൺ പെരേര എന്ന് പറഞ്ഞ 27 വയസ്സുകാരനായിട്ടുള്ള മിഡ്ഫീൽഡറായിട്ടുള്ള താരം ജർമ്മനിയിലെ 4th ടയറിലാണ് കളിക്കുന്നത്. പിന്നെ ജാക്ക് ഹെംബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറുണ്ട്, അദ്ദേഹം 33 വയസ്സുകാരനായിട്ടുള്ള ഒരു റൈറ്റ് ബാക്ക് പ്ലെയറാണ്. അദ്ദേഹം നിലവിൽ ബ്രിസ്ബെയിൻ റോയർ എന്ന് പറഞ്ഞിട്ടുള്ള A ലീഗ് ക്ലബ്ബിലാണ് കളിക്കുന്നത്. ഇദ്ദേഹമാണ് വൺ ഓഫ് ദി ഒരു ഹൈ പ്രൊഫൈൽ ഒരു പ്ലെയർ ഈ ഒരു ടീമിലെന്ന് പറയാം. കാരണം A ലീഗിൽ തന്നെ ഏതാണ്ട് 300ഓളം മത്സരങ്ങൾ കളിച്ച് നിലവിലും A ലീഗിൽ കളിക്കുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളതാണ്. അവരുടെ ഡിഫൻസ് നിരതന്നെ നമുക്ക് എന്ത് സ്ട്രോങ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മറ്റൊരു പ്ലെയർ സാൻ ടൊറൻറ്റോ എന്ന് പറഞ്ഞിട്ടുള്ള 22 വയസ്സുകാരനായിട്ടുള്ള യങ് മിഡ്ഫീൽഡറാണ്, അയർലൻഡിലെ ടോപ്പ് ടയറാണ് കളിക്കുന്നത്. ഇതേപറ്റി നോക്കുമ്പോൾ ബ്ലാക്ക്ബേണിൻ്റെയും ലിവർപൂളിൻ്റെയും ഒക്കെ ഒരു അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു താരമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ളൊരു നിരയാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഇനിയും പല പ്ലേയേഴ്സിന് വേണ്ടിയിട്ടും അവർ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനും ഓൾറെഡി ഇതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ്, കുറച്ച് പ്ലേയേഴ്സിനെ കളിപ്പിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ പ്ലേയേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ബംഗ്ലാദേശ് ഓൾസോ, ഇപ്പം ഹംസ ചൗധരി പോലത്തെ ലെസ്റ്റർ സിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലെയറെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാനൊക്കെ നോക്കുന്നു. എന്താണെങ്കിലും ഇത്രയും നാൾ നമ്മൾ സാഫിന് പുറത്തു പോയി കളിക്കണം, സാഫ് ഒട്ടും പോരാ, ടഫല്ല എന്നൊക്കെയുള്ളതായിരുന്നല്ലോ പരാതി. അതാണെങ്കിലും സാഫും ടഫാകാൻ പോകുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ ഈ പറഞ്ഞ ഒറിജിൻ പ്ലേയേഴ്സിനെയൊക്കെ ഇറക്കി അവരുടെ ടീം ശക്തമാക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പറയുന്ന പോലെ ഇനി സാഫിൽ നല്ല കോമ്പറ്റീഷൻ വേണ്ടി വരും വിജയിക്കണം എങ്കിൽ എന്നുള്ളതാണ്. അവിടെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഗ്രാസ് റൂട്ട് ആണെങ്കിൽ പറ്റ ശോകം. അതുപോലെ OCA പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നില്ല. എന്നാൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സ് ആണെങ്കിൽ വിദേശത്ത് പോയി കളിക്കുന്നു, അതുമില്ല, അവർ ഇന്ത്യയിൽ തന്നെ കളിക്കുന്നു. എന്നാൽ നാഷണൽ ടീമിൽ കളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സ്, വിരലിലെണ്ണാവുന്ന ചില പ്ലേയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കാണിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ക്ലബ്ബിൽ കളിക്കുന്ന ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നാഷണൽ ടീമിലേക്ക് എത്തുമ്പോൾ കളിക്കുന്നില്ല. എങ്കിലും ഈ പറയുന്ന പോലെ നമ്മുടെ ഇന്ത്യയിൽ ജനിച്ച പ്ലേയേഴ്സിന് തന്നെ ആ ഒരു സാധ്യത വേണമെന്നുള്ളത് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളൊക്കെ വാദിക്കുന്നുണ്ട്. ലോകത്തിലുള്ള 200 ഫിഫ രാജ്യങ്ങളോളം ഈ പറയുന്ന പോലെ ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് വേൾഡ് കപ്പ് നേടുന്ന അല്ലെങ്കിൽ വേൾഡ് സ്റ്റേജിൽ മിന്നിത്തിളങ്ങുന്നത്. അപ്പം ഇവിടെ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇനിയിപ്പോൾ നമ്മൾ വേൾഡ് കപ്പ് കളിക്കുമോ എന്ന് പോയിട്ട് സാഫിൽ പോലും നമ്മൾ ജയിക്കുമോ എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. എന്താണെങ്കിലും ഇതിൽ
ഏതെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ OCA വന്നതുകൊണ്ട് എല്ലാ മാറ്റങ്ങളും ഉണ്ടാകും എന്നുള്ളതല്ല. OCAയും ഒരു ബിഗ് സ്റ്റെപ്പാണ്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ മറ്റ് ചില മാറ്റങ്ങൾ വന്ന ആ കളക്റ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് റിസൾട്ട് ഉണ്ടാകുന്നത്. സോ ശ്രീലങ്കയുടെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർ ഇങ്ങനത്തെ ഒരു മാറ്റം കൊണ്ട് അവർക്കുണ്ടായിട്ടുള്ളൊരു ചേഞ്ച് എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ നമുക്ക് മറ്റ് ചില രാജ്യങ്ങളിൽ ഈ ഒരു തരത്തിൽ എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഇനിയും സംസാരിക്കേണ്ടതുണ്ട്. ഓൾറെഡി എൻ്റെ മനസ്സിൽ മറ്റൊരു രാജ്യം കൂടെ ഉണ്ട്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റിയ കണക്ഷൻ സനി.